പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കിയ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ NCBC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻചുണ്ടൻ ജേതാക്കളായി. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടന് 2ാം സ്ഥാനവും നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷന്റെ 3ാം സ്ഥാനവും നേടി. ദൃശ്യങ്ങളിലേക്ക്. ഇതാ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് ബോർഡിലേക്ക് നോക്കുമ്പോൾ ജലത്തുള്ളികളെ ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട് കരിനാഗങ്ങൾ ഇടിഞ്ഞു നീന്തി വരുന്നത് പോലെ ആ തുഴകൾ സർവശക്തിയും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് കുട്ടനാടിന്റെ കരുമാടി കുട്ടന്മാർ ആ മുഴുവൻ സാംസ്കാരിക ചൈതന്യം മനോഹരമായ പമ്പയാറിന്റെ തീരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. 44 നദികളാലും 34 കായലുകളാലും സമ്പുഷ്ടമായ നമ്മുടെ കൊച്ചു കേരളം. ഏതായാലും കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് ഇതാ വെടിനാദത്തെ ആ ഇടിയൊച്ച പോലെ ചുണ്ടൻ വള്ളങ്ങളിൽ പ്രതിധ്വനിക്കുമെങ്കിൽ ഇതാ വെപ്പ് വള്ളങ്ങളിൽ ആ ഡ്രം സെറ്റിന്റെ സ്വരത്തില് ഡ്രം റെസിന്റെ താളത്തില് ഇതാ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ സാംസൺ ചാക്കോ PG കരുപ്പുഴയില് വെള്ളത്തിലൂടെ പറന്നെടുക്കുകയാണ്. SS ശരത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുജയ, സംസ്ഥാന ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മൂലം വള്ളംകളി ഇന്നിപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ചെറുതന പുത്തൻ ചുണ്ടൻ വെള്ളമാണ് എന്തായാലും ഈ ആദ്യ മൂലം വള്ളംകളിയിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. നമുക്കൊരു അവരുടെ ആവേശം ആദ്യം തന്നെ അറിയാം. എന്താണ് ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആയാലും ആദ്യം തന്നെ മത്സരം വളരെയേറെ നല്ലൊരു മത്സരമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിൻ്റെ അത്ര ഒരു ഇതിലേക്ക് വന്നില്ല. കാരണം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ വേണ്ടി പറ്റി. 1.25 വള്ളപ്പാടിന് ഞങ്ങളുടെ എതിരാളികളെ തോൽപ്പിച്ചാണ് ഈ ഒരു വിജയത്തിന് തുടക്കം വെച്ചിരിക്കുന്നത്. 2025 ഈ ഒരു തുടക്കം ഇനി വരുന്ന നെഹ്റു ട്രോഫിയിലും തുടർന്ന് വരുന്ന പ്രാദേശിക മത്സരങ്ങളിലും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് ഞങ്ങൾ നിർത്തുകയുള്ളൂ. അതിനുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഈ വിജയത്തിൽ കൂടി കിട്ടിയിരിക്കുന്നത്. മൂലം വള്ളംകളി എന്ന് പറഞ്ഞാൽ ശരിക്കും നെഹ്റു ട്രോഫിയുടെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ മത്സരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും നെഹ്റു ട്രോഫി കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡബിൾ ഹാട്രിക്കാണ്. 2018 മുതൽ ഞങ്ങൾ ഇങ്ങോട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പല വള്ളങ്ങളിലാണ്. ഈ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷം തുഴഞ്ഞതിനേക്കാൾ വേറെ വള്ളത്തിലാണ് തുഴയുന്നത്. ഈ വർഷം ഞങ്ങളുടെ ഡബിൾ ഹാട്രിക്ക് കൂടിയാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും തന്നെ ഡബിൾ ഹാട്രിക്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ മേൽപ്പാടം ചുണ്ടനിൽ ഈ വർഷം നേടിയിരിക്കും എന്നുള്ളതും ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇവര് പുലിക്കുട്ടികളല്ല, പുതിയതായിട്ട് വന്ന സിംഹക്കുട്ടികളാണ് ഞങ്ങളുടെ പിള്ളേർ. അത് ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ മത്സരം വിചാരിച്ചതിൻ്റെ അപ്പുറമാണ് മത്സരം വിജയിച്ചത്. ഈ മത്സരം ഞങ്ങൾക്ക് ഒരു തുടർച്ച, ഈ നെഹ്റു ട്രോഫിയുടെ ഒരു തുടർച്ച മത്സരമാണ്. ഈ മത്സരത്തിൽ നിന്നും ഞങ്ങളുടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടി ആരും ഒരുങ്ങി വരണമെന്നും ഞങ്ങൾക്ക് വലിയ നിർബന്ധമില്ല. ഈ ചരിത്രം കൊണ്ടാണ് നമ്മൾ ഈ മൂലം ജലോത്സവം ജയിച്ചിരിക്കുന്നത്. അതിലുൾപ്പെടെ ചെറുതന ചുണ്ടൻ, ഇത്ര വലിയ ഈ 2020 ഇറങ്ങിയ ചെറുതന ചുണ്ടൻ ഈ വർഷം വള്ളപ്പാടടിച്ചാണ് ഈ വർഷം നമ്മൾ പള്ളാത്തൂർ ബോട്ടുകളിൽ ജയിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ തുടർച്ചയാണ്. അതായത് ഇനി അടുത്ത നെഹ്റു ട്രോഫിക്ക് ഞങ്ങൾ കളിക്കുന്നത് മേൽപ്പാടം ചുണ്ടലാണ്. ഇനി ഞങ്ങളുടെ വള്ളപ്പാട് ഞങ്ങളുടെ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി മേൽപ്പാടം ചുണ്ടലിൽ ഇതിൽ ലീഡ് ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ലൈനപ്പിൽ എല്ലാവരും ഓൾറെഡി സെറ്റാണ്. ഈ മൂലം ജലോത്സവം ഞങ്ങൾ ഓൾറെഡി സെറ്റാണ്. അങ്ങനെ ജലമേളകൾക്ക് തുടക്കമാവുകയാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ. ഇനി അങ്ങോട്ട് വള്ളംകളികളുടെ ഒരു സീസൺ തന്നെയാണ് വരാൻ പോകുന്നത്. അത് ആ ആവേശം എല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും.